നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തീരദേശ മണ്ണിൽ ഞായറാഴ്ച കൊടിയുയരും. നവംബർ 9, 10, 11, 12 തീയതികളിൽ കൂട്ടായി MMM HSSലാണ് കലോത്സവം നടക്കുക. വെട്ടത്ത് LDFൽ മുന്നണി ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടും. 18 സീറ്റിൽ CPMഉം 4 സീറ്റിൽ CPI മത്സരിക്കും. കടൽമാർഗമുള്ള ഭീകരാക്രമണങ്ങൾ തടയുന്നതിനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി സാഗർ കവച് എന്ന പേരിൽ നടത്തിയ മോക്ക് ഡ്രിൽ വിജയകരമായി സമാപിച്ചു. കഴിഞ്ഞ 3 വർഷമായി തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ PRO ആയി സേവനമനുഷ്ഠിച്ച് വിരമിക്കുന്ന സബ് ഇൻസ്പെക്ടർ K. അഷറഫിനൊരുക്കിയ യാത്രയപ്പ് ജനകീയ യാത്രയപ്പായി മാറി. കോട്ടക്കലിൽ വ്യാപാര സ്ഥാപനത്തിൽ വൻ തീപിടുത്തം. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. പുലർച്ചെ 5 മണിയൊക്കെയാണ് സംഭവം. തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ സൗത്ത് അന്നാര വാർഡ് 31 മത്സരിക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന വാർഡ് കമ്മിറ്റിയിലാണ് ഐക്യകണ്ഠേന തീരുമാനമായത്. വിശദമായ വാർത്തകൾ. തിരൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തീരദേശ മണ്ണിൽ ഞായറാഴ്ച കൊടിയുയരും. നവംബർ 9, 10, 11, 12 തീയതികളിൽ കൂട്ടായി MMM HSSലാണ് കലോത്സവം നടക്കുക. 11 വേദികളിലായി 4809 വിദ്യാർത്ഥികൾ മാറ്റൊരുക്കും. ഞായറാഴ്ച വൈകിട്ട് ഡോക്ടർ KT ജലീൽ MLA കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെ ആശാൻപടിയിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ നിശ്ചല ദൃശ്യങ്ങളും ഫ്ലോട്ടുകളും വാദ്യമേളങ്ങളും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും ജനപ്രതിനിധികളും അണിനിരക്കും. തുടർന്ന് കൂട്ടായി MMM HSSലെ പ്രധാന വേദിയിൽ ഉദ്ഘാടന സമ്മേളനം നടക്കും. ഡോക്ടർ KT ജലീൽ MLA കലോത്സവം ഉദ്ഘാടനം ചെയ്യും. കുറുക്കോളി മൊയ്തീൻ MLA, തിരൂർ നഗരസഭാ അധ്യക്ഷ AP നസീമ, തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U. സൈനുദ്ദീൻ, സാഹിത്യകാരൻ P. സുരേന്ദ്രൻ, മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി തുടങ്ങിയവർ സംബന്ധിക്കും. 2025 നവംബർ 9, 10, 11, 12 തീയതികളിലായി കൂട്ടായി MMM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വളരെ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. സ്റ്റേജ് മത്സരങ്ങൾ 9-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് തവനൂരിൻ്റെ പ്രിയപ്പെട്ട MLA ശ്രീ KT ജലീൽ ഉദ്ഘാടനം നിർവഹിക്കും. ആ ചടങ്ങിൽ തിരൂർ MLA പ്രിയപ്പെട്ട കുറുക്കോളി മൊയ്തീൻ, നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ അടക്കമുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും പങ്കെടുക്കും. ഈ മേളയെ ഏറ്റവും വിജയകരമാക്കി തീർക്കുന്നതിന് വേണ്ട ജനകീയമായ എല്ലാ ശ്രമങ്ങളും ആ നാടും നാട്ടുകാരും ഏറ്റെടുത്തു കഴിഞ്ഞു. ഉദ്ഘാടന ദിവസമായ 9-ാം തീയതി വൈകിട്ട് 3:30 കൂട്ടായി ആശാൻപടിയിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര വിവിധ വാദ്യമേളങ്ങളും അതുപോലെ കലാദൃശ്യങ്ങളും ഫ്ലോട്ടുകളും ഉൾപ്പെടെയുള്ള ഒരു വലിയ ഘോഷയാത്ര സ്കൂളിൽ 5 മണിയോടുകൂടി എത്തുകയും 5 മണിക്ക് ഉദ്ഘാടന സമ്മേളനം നടക്കുകയും ചെയ്യും. 4809 കുട്ടികൾ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. 301 ഐറ്റങ്ങളിലായിട്ടാണ് ഈ മത്സരങ്ങൾ നടത്തപ്പെടുന്നത്. 11 വേദികളിലായിട്ടാണ് ഈ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. LP ജനറൽ, UP ജനറൽ, HS ജനറൽ, HSS ജനറൽ, UP സാൻസ്ക്രിറ്റ്, HS സാൻസ്ക്രിറ്റ്, LP അറബിക്, UP അറബിക്, HS അറബിക് എന്നീ വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടത്തപ്പെടുന്നത്. 3 ദിവസങ്ങളിലായിട്ട് ഓരോ ദിവസവും ഏകദേശം 1500-ലധികം കുട്ടികൾ പാർട്ടിസിപ്പൻറ്റും
അത്രയും തന്നെ എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ്, ഒഫീഷ്യൽസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഓരോ ദിവസവും 3000 പേരുടെ ഫുഡാണ് നമ്മൾ കരുതുന്നത്. അതിൽ നമ്മൾ PKTB UP സ്കൂളിൽ കൂട്ടായി തന്നെയുള്ള വളരെ തൊട്ടടുത്ത് തന്നെയുള്ള സ്കൂളിലാണ് നമ്മൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കിയിട്ടുള്ളത്. 130 സ്കൂളുകളിൽ നിന്നായി 11 വേദികളിൽ 4809 വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ മാറ്റുരക്കും. തിരൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ RP ബാബുരാജ്, സ്കൂൾ ഹെഡ്മാസ്റ്റർ C ബിന്ദുലാൽ, PTA പ്രസിഡന്റ് ഷൈനാസ്, പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ NP ഫൈസൽ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബ്രജേഷ് കക്കാട്ട്, പ്രചരണ കൺവീനർ മുഹമ്മദ് അയ്യൂബ്, സയ്യിദ് ഇസ്മായിൽ, ഭക്ഷ്യകാര്യ കൺവീനർ VP രാജീവ്, അക്കോമഡേഷൻ കമ്മിറ്റി കൺവീനർ P ഇസ്മായിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. വെട്ടന്യൂസ് തിരൂർ. വെട്ടം പഞ്ചായത്തിൽ LDF മുന്നണി ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടും. 10 വർഷങ്ങൾക്ക് ശേഷമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വെട്ടം പഞ്ചായത്തിൽ CPM-ഉം CPI-യും ഒന്നിക്കുന്നത്. ആകെയുള്ള 22 സീറ്റിൽ 18 സീറ്റിൽ CPM-ഉം 4 സീറ്റിൽ CPI-യും മത്സരിക്കും. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വെട്ടം പഞ്ചായത്തിൽ LDF മുന്നണിയായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആകെയുള്ള 22 സീറ്റിൽ 18 സീറ്റിൽ CPM-ഉം 4 സീറ്റിൽ CPI-യും മത്സരിക്കും. കാനൂരിലെ 9-ാം വാർഡും പരിയാപുരത്തെ 8-ാം വാർഡും വിദ്യാനഗറിലെ 20-ാം വാർഡും അരിക്കാഞ്ചർ പറവണ്ണയിലെ 21-ാം വാർഡുമാണ് CPI-ക്ക് നൽകിയിട്ടുള്ളത്. ശനിയാഴ്ച രാവിലെയോടെ ചേർന്ന മണ്ഡലം തല നേതൃയോഗത്തിലാണ് തീരുമാനമായത്. കഴിഞ്ഞ തവണ CPM തനിച്ച് മത്സരിച്ചാണ് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തത്. സ്ഥാനാർത്ഥി ചർച്ചകൾ വേഗത്തിൽ തീർത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുകയാണ് ഇടതുപക്ഷം. ന്യൂസ് ബ്യൂറോ വെട്ടം. കടൽമാർഗമുള്ള ഭീകരാക്രമണങ്ങൾ തടയുന്നതിനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി സാഗർ കവച് എന്ന പേരിൽ ഇന്ത്യൻ നേവിയുടെ നേതൃത്വത്തിൽ പോലീസ് നടത്തിയ മോക്ക് ഡ്രിൽ വിജയകരമായി സമാപിച്ചു. നവംബർ 6, 7 തീയതികളിലായിരുന്നു സാഗർ കവച് മോക്ക് ഡ്രിൽ. തിരൂർ DSP AJ ജോൺസന്റെയും താനൂർ DSP പ്രദീപിന്റെയും നേതൃത്വത്തിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. തീരദേശ മേഖലകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ തുടങ്ങി വിവിധ സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ പോലീസിനെ വിന്യസിച്ചിരുന്നു. 2008 മുംബൈയിൽ നടന്ന ഭീകരാക്രമണങ്ങളിൽ അക്രമികൾ വന്നത് കടൽമാർഗമായിരുന്നു. ഉൾക്കടലിൽ വെച്ച് അപരിചിതരായവരെ തങ്ങളുടെ ബോട്ടുകളിൽ കയറ്റിക്കൊണ്ടുവരുന്നതിന്റെ അപകടം മത്സ്യത്തൊഴിലാളികളെ ബോധ്യപ്പെടുത്തുകയും ആരെങ്കിലും ഇത്തരത്തിൽ സമീപിച്ചാൽ ഉടൻ തന്നെ പോലീസിനെയും അധികാരികളെയും വിവരമറിയിക്കാൻ പ്രാപ്തരാക്കുകയാണ് ഈ മോക്ക് ഡ്രില്ലിന്റെ ഉദ്ദേശം. തിരൂർ തീരദേശ മേഖലയിൽ നടന്ന വാഹന പരിശോധനയ്ക്ക് തിരൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട്, ബാബുജി എന്നിവർ നേതൃത്വം നൽകി. പോലീസ് ഉദ്യോഗസ്ഥരായ PT മധുകുമാർ, C ശ്രീജിത്ത്, KP മൻസൂർ, വിപിൻ, ജിനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് തിരൂർ. കഴിഞ്ഞ 3 വർഷമായി തിരുരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ സേവനമനുഷ്ഠിച്ച് വിരമിക്കുന്ന സബ് ഇൻസ്പെക്ടർ K അഷറഫിന് യാത്രയപ്പ് നൽകി. ചെമ്മാട് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ ഉദ്ഘാടനം ചെയ്തു. 33 വർഷത്തെ പോലീസ് സർവീസിലെ തന്റെ ഔദ്യോഗിക കാലാവധി പൂർത്തിയാക്കി വിരമിക്കുന്ന ജനകീയ പോലീസ് ഓഫീസറായ സബ് ഇൻസ്പെക്ടർ K അഷറഫിനൊരുക്കിയ യാത്രയപ്പ് ജനകീയ യാത്രയപ്പ് ചടങ്ങായി മാറി. സ്റ്റേഷനിലെത്തുന്ന ഒട്ടുമുക്ക പരാതികളും PROയുടെ മുമ്പിലെത്തിയാൽ മറ്റു സ്റ്റേഷനുകളെപ്പോലെ കേസും കോടതിയുമായി പോവാതെ ഇരുകക്ഷികളുമായി സംസാരിച്ച് രമ്യമായി തീർക്കാറാണ് പതിവ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് തിരൂരങ്ങാടി താലൂക്ക് കമ്മിറ്റിയാണ് യാത്രയപ്പ് ചടങ്ങ് ഒരുക്കിയത്. ചെമ്മാട് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് MC അറഫാത്ത് പാറപ്പുറം അധ്യക്ഷത വഹിച്ചു. NFPR സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ ഉദ്ഘാടനം ചെയ്തു. വിശിഷ്ടാതിഥി തിരൂരങ്ങാടി SHO പ്രദീപ് കുമാർ മെമന്റോ നൽകി. അഷ്റഫ് കളത്തിങ്ങൽപ്പാറ, അബ്ദുറഹീം പൂക്കത്ത്, മുസ്തഫ പുത്തൻതെരു, പോലീസ് ASI സുബൈർ, വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഷാജി പരപ്പനങ്ങാടി, രമേശൻ, ബിന്ദു അച്ചമ്പാട്ട്, സുലൈഖ, സലാം, സമീറ കൊളപ്പുറം, ഉമ്മു സമീറ തേനിപ്പലം, കോയ കൊല്ലഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി. വെട്ടൻ ന്യൂസ് തിരൂരങ്ങാടി. കോട്ടക്കലിൽ വ്യാപാര സ്ഥാപനത്തിൽ വൻ തീപിടുത്തം. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ശനിയാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. മഹാമേള എന്ന പേരിൽ 200 രൂപയ്ക്ക് എല്ലാ സാധനങ്ങളും വിൽക്കുന്ന കടയ്ക്കാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതുവഴി സഞ്ചരിച്ച യാത്രക്കാരനാണ് തീപിടുത്തം കണ്ടത്. പിന്നീട് നാട്ടുകാരെയും ഫയർഫോഴ്സിനെയും വിവരമറിയിക്കുകയായിരുന്നു. മറ്റു സ്ഥാപനങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് നടത്തിയത്. വ്യാപാര സ്ഥാപനം പൂർണ്ണമായി കത്തി നശിച്ചു. തീ നിയന്ത്രണ വിധേയമാണെന്നാണ് ഫയർഫോഴ്സ് അറിയിക്കുന്നത്. വെട്ടം ന്യൂസ് കോട്ടക്കൽ. തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ സൗത്ത് അന്നാര വാർഡ് 31 മത്സരിക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന വാർഡ് കമ്മിറ്റിയിലാണ് ഐക്യകണ്ഠേന തീരുമാനമായത്. 2 ദിവസം കഴിഞ്ഞ് ചേരുന്ന പ്രവർത്തക സമിതിയിൽ അന്തിമ തീരുമാനമുണ്ടായേക്കും. തിരൂർ നഗരസഭയുടെ അധ്യക്ഷ AP നസീമ സൗത്ത് അന്നാര വാർഡ് 31 മത്സരിക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന വാർഡ് കമ്മിറ്റിയിലാണ് ഐക്യകണ്ഠേന തീരുമാനമായത്. 2 ദിവസം കഴിഞ്ഞ് ചേരുന്ന പ്രവർത്തക സമിതിയിൽ അന്തിമ തീരുമാനമുണ്ടായേക്കും. തിരൂർ നഗരസഭയിൽ ആകെയുള്ള 40 സീറ്റിൽ മുസ്ലിം ലീഗ് 26 സീറ്റിൽ മത്സരിക്കും. 1 സീറ്റ് വെൽഫെയർ പാർട്ടിക്ക് നൽകും.
13 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുക. DCC ജനറൽ സെക്രട്ടറി അടക്കം ഇത്തവണ മത്സരരംഗത്തുണ്ട്. മുസ്ലിം ലീഗിൽ യുവാക്കളും പുതുമുഖങ്ങളുമാണ് ഏറെ മത്സരരംഗത്തുള്ളത്. വെട്ടം ന്യൂസ്, തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.